അപ്പോൾ എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലെ 15th ചാപ്റ്ററിലേക്ക് കടക്കാം. 15th ചാപ്റ്റർ ലാൻഡ് മാർക്കറ്റ്. നമ്മൾ 14th ചാപ്റ്ററിൽ ലേബർ മാർക്കറ്റ് ആണ് പഠിച്ചത്. ഇനി നമ്മൾക്ക് 15ാമത്തെ ചാപ്റ്ററിലെ ലാൻഡ് മാർക്കറ്റിലെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എക്സാമിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചാപ്റ്റർ 15 ലാൻഡ് മാർക്കറ്റ്. അതില് ഫസ്റ്റ് ടോപ്പിക് തന്നെ ഏതാ? റെന്റ് ഓഫ് റിട്ടേൺ ടു ലാൻഡ് യൂസ്. ലാൻഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺ ആണ് ഏത്? റെന്റ്. വളരെ വിശദമായി 13ാമത്തെ ചാപ്റ്ററിൽ ടീച്ചർ ഇത് പറഞ്ഞു തന്നത് തന്നെയാണ്. കാരണം ലാൻഡിന്റെ റിട്ടേൺ ആണ് റെന്റ്. അതുകൊണ്ട് അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോ 15ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് ഏതിനെ പരിഗണിക്കാം? റെന്റ് ഓഫ് റിട്ടേൺ ടു ലാൻഡ് യൂസ്. ലാൻഡിന്റെ ഉപയോഗത്തിലൂടെ കിട്ടുന്ന റിട്ടേൺ ആണ് റെന്റ്. അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ദ പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടർ ഈസ് ജനറലി നോൺ ആസ് റെന്റ് ഓർ പ്യുവർ എക്കണോമിക് റെന്റ്. അതായത് പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടർ. പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫാക്ടർ ആണ്, ശരിയല്ലേ? പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടർ ഈസ് ജനറലി നോൺ ആസ് റെന്റ് ഓർ പ്യുവർ എക്കണോമിക് റെന്റ്. അതായത് വില എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫാക്ടർ ആയതുകൊണ്ട് പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടർ, പ്രൈസ് ഒരു ഫിക്സഡ് ഫാക്ടർ ആയി ലഭിക്കുന്നതാണ് റെന്റ്. എന്താ അങ്ങനെ പറഞ്ഞാല്? നമുക്കറിയാം, നമ്മളിപ്പോ നമ്മളുടെ ഒരു വീട് 11 മാസത്തിനാണ് റെന്റിന് കൊടുക്കുക. നമ്മളൊരു ഇയറിന്, ഒരു വർഷത്തിന് കൊടുക്കുമ്പോൾ 11 മാസത്തിനാണ് കൊടുക്കുക. 12 മാസത്തിനല്ല, നോട്ട് ദ പോയിന്റ്. 11 മാസത്തിനാണ് കൊടുക്കുക. അപ്പൊ എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കും ഇത്ര രൂപ റെന്റായി ഞാൻ നൽകാം. ഇപ്പൊ ഒരു 5000 രൂപയോ 10000 രൂപയോ റെന്റായിട്ട് കൊടുക്കുമ്പോൾ ആ പ്രൈസ് പിന്നെ അതിൽ കൂട്ടിയിട്ട് വേണമെന്ന് പറയാൻ പറ്റില്ല, പിന്നെ അത് കുറയ്ക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് റെന്റ് എന്താണെന്ന് പറയാനുള്ള കാരണം, റെന്റ് ഒരു ഫിക്സഡ് ഫാക്ടർ ആണ് എന്ന് പറയാനുള്ള കാരണം. റെന്റ് ഒരു ഫിക്സഡ് ഫാക്ടർ ആണെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാ? റെന്റ് നമ്മൾ ഒരു വീടാണെങ്കിലും ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഒരു പ്ലോട്ട് ആണെങ്കിലും അതൊക്കെ റെന്റിന് കൊടുക്കുമ്പോൾ 11 മാസത്തേക്ക് ഇത്ര രൂപ റെന്റ് ഞാൻ നൽകാം എന്ന് എഗ്രിമെന്റിൽ ഉണ്ടായിരിക്കും. പിന്നെ അത് അങ്ങനെ എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്തതിന് ശേഷം പിന്നെ അത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അതുകൊണ്ടാണ് റെന്റ് എന്താണ് എന്ന് പറയാനുള്ള കാരണം, റെന്റ് ഒരു ഫിക്സഡ് ഫാക്ടർ ആണ് എന്ന് പറയാനുള്ള കാരണം. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ദ പ്രൈസ് ഓഫ് എ ഫിക്സഡ് ഫാക്ടർ, റെന്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫാക്ടർ ആണ്. പ്രൈസിന്റെ ഫിക്സഡ് ഫാക്ടർ, നമുക്ക് പണമായിട്ടാണ് റെന്റ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ അതൊരു ഫിക്സഡ് ഫാക്ടർ ആണ്. അതുകൊണ്ട് അതിന് എന്ത് പറയാം? റെന്റ് ഓർ പ്യുവർ എക്കണോമിക് റെന്റ് എന്ന് പറയാം. പരിശുദ്ധമായ സാമ്പത്തിക വാടക അഥവാ പരിശുദ്ധമായ പ്യുവർ എക്കണോമിക് റെന്റ് എന്ന് പറയാം. കാരണം എന്താണ്? അത് മന്ത്ലി അത് നമ്മളൊരു 11 മാസത്തിന് ഒരു വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മസ്റ്റ് ആയിട്ടും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അതേപോലെ തന്നെ പിന്നീട് എന്താണ് പറയുന്നത്? എക്കണോമിക് സപ്ലൈ ദ ടേം റെന്റ് not only land but to any factor of production which is fixed in supply. Economists apply the term rent. ഒരു എക്കണോമിസ്റ്റ് റെന്റ് എന്ന ടേം അപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? നോട്ട് ഓൺലി ടു ലാൻഡ്. അതായത് ഭൂമി ഇല്ലെങ്കിൽ എന്തില്ല? റെന്റ് ഇല്ല. ഭൂമി ഉണ്ടാവണം. ഇപ്പൊ നമുക്കറിയാം, ഭൂമി ഇല്ലെങ്കിൽ റെന്റ് ഇല്ല അറിയുന്നത് എന്തുകൊണ്ടാ? ഭൂമി ഉണ്ടെങ്കിലേ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ ഭൂമി റെന്റിന് കൊടുക്കാം. അപ്പൊ ഭൂമി വേണം, എന്ത് ലഭ്യമാകാൻ? റെന്റ് വേണം. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? എക്കണോമിക് സപ്ലൈ ദ ടേം റെന്റ് നോട്ട് ഓൺലി ടു ലാൻഡ് ബട്ട് ടു എനി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അതായത് ലാൻഡ് ഇല്ല, റെന്റ് നോട്ട് ഓൺലി ടു ലാൻഡ്. ലാൻഡ് ഇല്ലെങ്കിൽ എന്തില്ല? റെന്റും ഇല്ല. ലാൻഡ് ഉണ്ടെങ്കിലേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനില് ലാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തും ഉണ്ടായിരിക്കുകയുള്ളൂ? റെന്റും ഉണ്ടായിരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പിന്നെന്താ അവിടെ പറയുന്നത്? വിച്ച് ഈസ് ഫിക്സഡ് ഇൻ സപ്ലൈ. പക്ഷെ റെന്റിന്റെ വിതരണം, സപ്ലൈ ഓഫ് റെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്.
നമുക്കറിയാം, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, ലാൻഡ് ഒരിക്കലും കൂടാനും പോണില്ല, കുറഞ്ഞു പോവാന്നല്ലാതെ ഒരിക്കലും ലാൻഡ് വർദ്ധിക്കണമൊന്നുമില്ല. കുറഞ്ഞു പോകുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഭൂമിയിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇപ്പൊ കടല് ഭൂമി എടുത്തു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. വലിയ വലിയ കടൽ തിരമാലകൾ വന്ന് കടൽ തീരങ്ങള് ഉൾവലിയുന്നത് നമുക്ക് കാണാം അല്ലെ. അപ്പോ കടല് ഭൂമി, അതായത് ഇപ്പോ തിര വന്നിട്ട് ആ തീരപ്രദേശങ്ങൾ മുഴുവനും തിര ആകെ കവറിങ് ചെയ്യുമ്പോൾ ആ ഭാഗം ഇല്ലാതെ തീരും. അതേപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴും അതേപോലെ തന്നെ ഭൂമിയിലെ വീടുകൾ വർദ്ധിക്കുക, പലതരത്തിലുള്ള മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ വർദ്ധിക്കുമ്പോൾ ഭൂമി പലതരത്തിലുള്ള പ്രക്രിയകൾക്ക് വിധേയമാകുകയാണ്. അപ്പോഴൊക്കെ ഭൂമി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഭൂമി എന്താവുന്നില്ല, വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭൂമിയുടെ വിതരണം, സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഓഫ് ലാൻഡ്, ഡിറൈവ്ഡ് ഡിമാൻഡ് ഫോർ ലാൻഡ്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതാണ് ഡിമാൻഡ്. ഭൂമിയുടെ ഡിമാൻഡ് ഇങ്ങനെ ആയിരിക്കും. എന്നാൽ സപ്ലൈ എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെയാണ് കർവ് വരുന്നത്. ഭൂമിയുടെ ലാൻഡ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സപ്ലൈ എപ്പോഴും ഫിക്സഡ് ആണ്, ഡിമാൻഡ് ആണ് വർദ്ധിക്കുക. ഭൂമിയുടെ ഡിമാൻഡ് ഫോർ ലാൻഡ്, കാരണം നമുക്കറിയാം ലാൻഡിന്റെ ഡിമാൻഡ് വർദ്ധിക്കുക എങ്ങനെ, കൃഷിക്ക് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഭൂമി ആവശ്യം വരുമ്പോൾ ഭൂമിയുടെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും ഭൂമി എങ്ങനെ, ഭൂമിയുടെ സപ്ലൈ, ഭൂമിയുടെ വിതരണം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കാം, ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് ഈ റെന്റ് ഓഫ് റിട്ടേൺ ടു ലാൻഡ് യൂസ് എന്നൊരു ചോദ്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് വെക്കുക. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വേണ്ട കാര്യം മാത്രമാണ് ടീച്ചർ അവിടെ പറഞ്ഞു തന്നത്. ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് റെന്റ് ഓഫ് റിട്ടേൺ ടു ലാൻഡ് യൂസ്. അതായത് ലാൻഡിന്റെ ഉപയോഗത്തിലൂടെ കിട്ടുന്ന റിട്ടേൺ ആണ് എന്ത്, റെന്റ്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് എഫക്റ്റ് ഓഫ് ടാക്സ് ഓൺ ലാൻഡ്. എഫക്ട്സ് ഓഫ് ടാക്സ് ഓൺ ലാൻഡ് എന്താ അങ്ങനെ പറഞ്ഞ, എഫക്ട്സ് ഓഫ് ടാക്സ് ഓൺ ലാൻഡ് പറഞ്ഞാല് ടാക്സ് ഓൺ ലാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്. നമുക്കറിയാം ലാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ടാക്സ്. നമുക്കറിയാം ആർക്ക് ഭൂമി ഉണ്ടോ അവിടെയൊക്കെ ടാക്സ് അടക്കേണ്ടി വരും. നമ്മളുടെ ഭൂമി നമ്മൾക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ കഴിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ടാക്സ് അടയ്ക്കുന്ന, നികുതി അടയ്ക്കുന്ന ഭൂമിക്ക് വില കിട്ടുള്ളൂ. അതായത് അതിന് കരമടയ്ക്കണം. അപ്പൊ അങ്ങനെ നികുതി അടച്ച് നമ്മളുടെ ഭൂമി ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഭൂമി, അതായത് ഗവൺമെന്റിന്റെ നികുതിപരമായ കാര്യങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഒരു ഭൂമി, കരമടയ്ക്കുന്ന ഒരു പട്ടയം എന്നാ അതിന് പറയാ. അത്തരത്തിലുള്ള ഭൂമിക്ക് മാത്രമേ ഗവൺമെന്റിനെ അറിഞ്ഞിരിക്കണം, എനിക്ക് ഇത്ര ഭൂമി ഉണ്ട്, അതിന്റെ നികുതി ഞാൻ അടയ്ക്കുന്നുണ്ട്, അപ്പോഴാണ് നമ്മളെ ഭൂമിക്ക് വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ലാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഘടകമാണ് എന്ത്, ടാക്സ്. എഫക്ട് ഓഫ് ടാക്സ് ഓൺ ലാൻഡ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് എഫക്ട് ഓഫ് ടാക്സ് ഓൺ ലാൻഡ്. അതിലെന്തൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. There is a need to understand the implication of the fixed supply of land. ലാൻഡിന്റെ വിതരണം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഫിക്സഡ് ആണ്. There is a need to understand the implication of the fixed supply of land. ഭൂമിയുടെ വിതരണം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കാം, ഫിക്സഡ് ആയിരിക്കാം. The government wants to tax the income of the land owners and introduce a land tax of 50% on all land rent, ensuring that there is no further tax on building or improvement. ബിൽഡിങ്ങിനോ മറ്റ് ഇംപ്രൂവ്മെന്റിനോ ഒന്നും ഗവൺമെന്റ് ഒരിക്കലും ടാക്സ് ഈടാക്കില്ല. എന്നാൽ ലാൻഡിന്മേലെ ഗവൺമെന്റ് എത്ര ശതമാനമാണ് നികുതി ഇമ്പോസ് ചെയ്യാറുള്ളത്, 50%. ഒരു ബിൽഡിംഗ് മേലോ അതേപോലെ തന്നെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അല്ല ഗവൺമെന്റ് കൂടുതലായിട്ടും ടാക്സ് ഈടാക്കാറുള്ളത്, ലാൻഡ് ടാക്സ് ആണ്.
The government want to tax income of landowners. ലാൻഡ് നിന്നും ഗവൺമെന്റ് ടാക്സ് ഈടാക്കുന്നു. എത്ര ശതമാനം? 50%. 50%. 50% ടാക്സ് ഓരോ ലാൻഡ് ഓണേഴ്സും അവരുടെ ഭൂമിയിൽ നിന്ന് ടാക്സ് ആരിലേക്ക് കൊടുക്കണം എന്നാ പറയുന്നത്? ഗവൺമെന്റിന് നൽകണം. അതാണ് ദ ഗവൺമെന്റ് വാണ്ട് ടു ടാക്സ് ഇൻകം ഓഫ് ലാൻഡ് ഓണേഴ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ലാൻഡ് ടാക്സ് ഓഫ് 50% on all land rents, ensuring that there is no further tax on building or improvement. ബിൽഡിങ്ങിനോ മറ്റ് ഇംപ്രൂവ്മെന്റിനോ ടാക്സ് ഈടാക്കുന്നില്ല. എന്നാൽ ഭൂമിയിന്മേലെ ഗവൺമെന്റ് 50% ടാക്സ് ആവശ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയഗ്രാംസ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇവിടെ ഡിമാൻഡ്, ഭൂമിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ വർദ്ധിക്കുക ഭൂമിയുടെ ഡിമാൻഡ്? അതായത് ഭൂമിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഭൂമിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഭൂമിയുടെ, അപ്പൊ ടാക്സ് ഉള്ള ഭൂമിക്ക് ഡിമാൻഡും ഉണ്ടാവുള്ളൂ. ടാക്സ് ഇല്ലാത്തൊരു ഭൂമിക്ക് ആർക്കും ഡിമാൻഡ് ഉണ്ടാവില്ല. നമ്മൾ നികുതി അടയ്ക്കാൻ പറ്റാത്തൊരു ഭൂമി നമ്മൾ വാങ്ങുമോ? ഇല്ല. കാരണം ഭൂമി വാങ്ങണമെങ്കിലും മറ്റാളുകൾ വന്ന് ഭൂമി വാങ്ങണമെങ്കിലും നികുതി അടയ്ക്കുന്ന ഭൂമി മാത്രമേ ആളുകൾ വാങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിമാൻഡ്, ടാക്സ് ഉണ്ടാവുമ്പോഴേ ഭൂമിക്ക് എന്തും വർധനവുണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. ഭൂമിയുടെ വിലയിലും ഡിമാൻഡിലും വർധനവുണ്ടാവുള്ളൂ. ടാക്സ് വർദ്ധിക്കുമ്പോൾ ഭൂമിയുടെ ഡിമാൻഡും വർദ്ധിക്കും. പക്ഷെ അപ്പോഴും ലാൻഡ് സപ്ലൈ അപ്പോഴും എന്താ? ലാൻഡ് സപ്ലൈ എപ്പോഴും ഫിക്സഡ് ആണ്. ലാൻഡ് സപ്ലൈ എപ്പോഴും എന്തായിരിക്കും? കണ്ടോ, ലാൻഡ് സപ്ലൈക്ക് മാറ്റണ്ടോ? ഇല്ല, അത് എപ്പോഴും ഫിക്സഡ് ആയിട്ട് നിലനിൽക്കുക ചെയ്യുക. പക്ഷേ ലാൻഡിന്റെ ഡിമാൻഡ് എപ്പോഴും എന്ത് ചെയ്യും? വർദ്ധിക്കാം. വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ടാക്സ് ഉണ്ടായതുകൊണ്ടാണ്. ഭൂമിയിന്മേൽ ടാക്സ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഭൂമിയുടെ ഡിമാൻഡും വർദ്ധിക്കുകയുള്ളൂ. ഇതാണ് ഈ ടോപ്പിക്കിലൂടെ ഇഫക്റ്റ് ഓഫ് ടാക്സ് ഓൺ ലാൻഡ് എന്ന ഈ ടോപ്പിക്കിലൂടെ നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക് തിയറീസ് ഓഫ് റെന്റ്. 15ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തിയറീസ് ഓഫ് റെന്റ്. തിയറീസ് ഓഫ് റെന്റില് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മോഡേൺ തിയറി ഓഫ് റെന്റ് ഉണ്ട്, മാർഷാലിയൻ തിയറി ഓഫ് റെന്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പൊ അനലൈസ് ചെയ്യുന്നത് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. തിയറീസ് ഓഫ് റെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള തിയറീസ് ഓഫ് റെന്റ് ആണുള്ളത്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, മാർഷാലിയൻ തിയറി ഓഫ് റെന്റ് ആൻഡ് മോഡേൺ തിയറി ഓഫ് റെന്റ്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, മാർഷാലിയൻ തിയറി ഓഫ് റെന്റ് ആൻഡ് മോഡേൺ തിയറി ഓഫ് റെന്റ്. അതില് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഡേവിഡ് റിക്കാർഡോ ആൻഡ് എമിനന്റ് എക്കണോമിസ്റ്റ് ഓഫ് ദ 19th century define rent as that portion of the produce of the earth which is paid to the landlord for the use of the original and indestructible powers of the soil. ഡേവിഡ് റിക്കാർഡോ എന്ന എക്കണോമിസ്റ്റ് ആണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡേവിഡ് റിക്കാർഡോ ആൻഡ് എമിനന്റ് എക്കണോമിസ്റ്റ്, ഒരു എക്കണോമിസ്റ്റ്, എമിനന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് ആര്? ഡേവിഡ് റിക്കാർഡോ. അപ്പൊ ആ ഡേവിഡ് റിക്കാർഡോ റിക്കാർഡിയൻ തിയറി ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? ഡേവിഡ് റിക്കാർഡോ. അപ്പൊ ഡേവിഡ് റിക്കാർഡോ ആൻഡ് എമിനന്റ് എക്കണോമിസ്റ്റ് ടു ദ 19th century, 19ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ആയിരുന്നു ആര്? ഡേവിഡ് റിക്കാർഡോ. അദ്ദേഹമാണ് ഏത് തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? റിക്കാർഡിയൻ തിയറി. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. That portion of the produce of the earth which is paid to landlord for the use of original and indestructible powers of the soil. അതായത് ഇവിടെ എന്താ പറയുന്നത്? 19th century rent as that എന്തിൽ നിന്നാണ് റെന്റ് ലഭിക്കുക? ലാൻഡിൽ നിന്ന്. അത് എങ്ങനെയായിരിക്കണം? rent as that portion of the produce of the earth which paid to landlord for the use of the original and indestructible powers of the soil. അതായത് ലാൻഡ് ലോഡിന്റെ, അതായത് ലാൻഡ് ലോഡ് പറഞ്ഞാൽ എന്താ? ആരാണ്? ഭൂമിയുടെ ഉടമയെ പറയുന്ന പേരാണ് ലാൻഡ് ലോഡ് അഥവാ ജമീന്ദാരി എന്നൊക്കെ പറയും. അപ്പൊ ലാൻഡ് ലോഡ്
ഭൂമിയുടെ ഉടമസ്ഥൻ ആ ഭൂമി എന്ത് ചെയ്യണം? ഒറിജിനൽ ആയിട്ടും ഇൻസ്ട്രഫിയബിൾ ആയിട്ടും ഭൂമി മണ്ണ് ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? പെയ്ഡ്, പണം ലഭ്യമാകുന്നു. അതിലൂടെയാണ് ആ തിയറിയെയാണ് എന്ത് പറയുന്നത്? റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. ഇപ്പൊ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ആരാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഡേവിഡ് റിക്കാർഡോ. 19th സെഞ്ചുറിയിലെ 19ാം നൂറ്റാണ്ടിലെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഡിഫൈൻ റെന്റ് ആസ് ദാറ്റ് പോർഷൻ ഓഫ് ദ പ്രൊഡ്യൂസ് ഓഫ് ദ എർത്ത് വിച്ച് പെയ്ഡ് ടു ദ ലാൻഡ് ലോഡ് for the use of the original and indestructible powers of the soil. Soil means മണ്ണ് എങ്ങനെ ഉപയോഗിക്കണം? യഥാർത്ഥമായും ഇൻഡസ്ട്രിയബിൾ ആയിട്ടും സോയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹം മണ്ണില് വേണ്ട വിധത്തില് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടും എന്ത്? ഭൂമിയിൽ നിന്നും അദ്ദേഹത്തിന് വരുമാനം നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കൂ, ഈ ഡയഗ്രത്തിൽ നോക്കൂ, പലതും കൃഷി ചെയ്യാം നമുക്ക്. ക്യാപിറ്റലും ഉണ്ട്, ലേബർ ഇൻപുട്ടും ഉണ്ട്, അഗ്രികൾച്ചറൽ ഈൽഡ്. ഇത് അഗ്രികൾച്ചറൽ ഈൽഡ് ആണ്. ഇവിടെ ഒരു ഭാഗത്ത് കൃഷി എന്ന് പറയുന്നത് 1 ആവുമ്പോ ഇതിന്റെ യൂണിറ്റ് എത്രയാണ്? 20 യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ 2 ആയിരിക്കുമ്പോൾ അതിന്റെ യൂണിറ്റ് എത്രയായി കുറഞ്ഞു വരികയാണ്? 15 യൂണിറ്റ്. അതായത് ഈ രീതി എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഒരു അഗ്രികൾച്ചർ മാത്രമല്ലാതെ ഒന്നിൽ കൂടുതൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ കൃഷി ചെയ്യുമ്പോൾ ഈ രീതിയിലാണ്. ഒന്ന് കൃഷി ചെയ്യുമ്പോൾ 20 യൂണിറ്റ് കിട്ടും. 20 യൂണിറ്റ്സ്. വേറെ ആ ഭൂമിയിൽ തന്നെ വേറെ 2 യൂണിറ്റ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് കിട്ടും? 50 യൂണിറ്റ് കിട്ടും. 50 യൂണിറ്റ്സ്. പിന്നെ 3 കൃഷി ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് കിട്ടും? 10 യൂണിറ്റ്സ് കിട്ടും. 4 കൃഷി ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് കിട്ടും? 5 യൂണിറ്റ്സ് കിട്ടും. ഇതിനെയാണ് റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. അപ്പൊ റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളും ഈ ഡയഗ്രാമും കൂടിയും വെക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് അതേപോലെ തന്നെ റിക്കാർഡിയൻ തിയറിയിൽ വരുന്ന, റിക്കാർഡിയൻ തിയറി തീർന്നിട്ടില്ല, ഇതും കൂടി റിക്കാർഡിയൻ തിയറിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇപ്പൊ 3 തിയറി ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ് ഉണ്ട്, മാർഷാലിയൻ തിയറി ഓഫ് റെന്റ് ഉണ്ട്, മോഡേൺ തിയറി ഓഫ് റെന്റ് ഉണ്ട്. അതിൽ റിക്കാർഡിയൻ തിയറിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഈ ടോപ്പിക് ഉറപ്പായിട്ടും അത്രയും ഉറപ്പ് പറയുന്നുണ്ട്. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ടീച്ചർ പറയുന്നത്. ഈ ഒരു ടോപ്പിക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഓക്കെ, അതിന്റെ ബാക്കിയാണ് ടീച്ചർ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. ഡിറ്റർമിനേഷൻ ഓഫ് റെന്റ് ഇൻ റിക്കാർഡിയൻ തിയറി. റിക്കാർഡിയൻ തിയറിയെ ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് എങ്ങനെ? ഇവിടെ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് റെന്റ് ഇൻ റിക്കാർഡിയൻ തിയറി. ഇവിടെ റെന്റ് മുകളിലും ഇവിടെ വേജും ഈ രീതിയിലായിരിക്കും അപ്പൊ നമ്മളുടെ ഡയഗ്രംസ് വരിക കേട്ടോ. റെന്റ് മുകളിൽ കൊടുക്കുക, താഴെ വേജ് ബില്ല് കൊടുക്കുക. ഇതിനെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് റെന്റ് ഇൻ റിക്കാർഡിയൻ തിയറി. അപ്പൊ നിങ്ങൾ റിക്കാർഡിയൻ തിയറി വെച്ചാൽ ഈ ഡയഗ്രാം വരയ്ക്കണം, ഈ ഡയഗ്രാം വരയ്ക്കണം, അതേപോലെ ഈ ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ എന്താണ്? നമ്മുടെ ഉൽപാദനത്തിന്റെ തോതാണ് കാണിക്കുന്നത്. ABCD. അതായത് ഗ്രേഡ് ഓഫ് ലാൻഡ്, എക്സ്റ്റെൻസീവ് കൾട്ടിവേഷൻ ആൻഡ് റെന്റ്. ഭൂമി പല രീതിയിൽ A എന്നും B എന്നും C എന്നും D എന്നും E എന്നും അങ്ങനെ പല രീതിയിൽ ഭൂമിയിൽ അഗ്രികൾച്ചർ കൃഷി ചെയ്യുന്നതാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് അതിന്റെ റിക്കാർഡിയൻ തിയറിയുടെ അസംഷൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ നിങ്ങളോട് റിക്കാർഡിയൻ തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതണം, ഇത് വരയ്ക്കണം, ഇത് വരയ്ക്കണം, ഇത് വരയ്ക്കണം, അസംഷൻസ് എഴുതണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അസംഷൻസ് ഓഫ് റിക്കാർഡിയൻ തിയറി. ഫസ്റ്റ് പോയിന്റ് ആണ് there is perfect competition in the economy. എന്താണ്? there is perfect competition in the economy. എക്കോണമിയിൽ ഒരു പൂർണ്ണ മത്സരമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഫസ്റ്റ് റിക്കാർഡിയൻ തിയറിയുടെ ഫസ്റ്റ് അസംഷൻ എന്താണ്? there is perfect competition in the economy. Second point, supply of land is limited. അല്ലെങ്കിൽ ഫിക്സഡ്. ഭൂമിയുടെ വിതരണം എപ്പോഴും ലിമിറ്റഡോ അല്ലെങ്കിൽ ഫിക്സഡോ ആണ്. ഇഷ്ടംപോലെ നമുക്ക് ഭൂമി ഒരുപാട് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ഓപ്പറേറ്റ്. ഇവിടെ ലോ ഓഫ് ഡിമിനിഷിംഗ് ആണ്
ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ തിയറിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ഓപ്പറേറ്റ്. റെന്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഓൺ ലാൻഡ്. ഭൂമിക്ക് കിട്ടുന്ന ഭൂമിയിന്മേൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏത്? റെന്റ്. റെന്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഓൺ ലാൻഡ്. ലാൻഡിന്മേലാണ് എപ്പോഴും എന്ത് കിട്ടുക? റെന്റ് ലഭ്യമാകുക. റെന്റ് ഈസ് പ്രൈസ് ഡിറ്റർമെന്റ്. റെന്റ് ആണ് പ്രൈസ് തീരുമാനിക്കുന്നത്. റെന്റ് ഈസ് പ്രൈസ് ഡിറ്റർമെന്റ്. അതേപോലെ തന്നെ ലാൻഡ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ എ ക്വാളിറ്റി വേരിയിങ്. അതേപോലെ ഭൂമിയിൽ കൾട്ടിവേഷൻ കൃഷി ചെയ്യുന്നത് എന്തിനനുസരിച്ചാ? ക്വാളിറ്റിയുടെ വ്യത്യാസത്തിനനുസരിച്ചാണ്. ശരിയാണ്. ലാൻഡ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ക്വാളിറ്റി വേരിയിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമി ക്വാളിറ്റി നോക്കിയിട്ടാണ് കൃഷി ചെയ്യുക. അതായത് ഫെർട്ടിലിറ്റി ഉള്ള ഭൂമിയാണോ, ഫലപൂരിതമായ ഭൂമിയാണോ, ഫലഭൂരിഷ്ടമല്ലാത്ത ഭൂമിയാണോ, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഗുണമേന്മ, ഭൂമിയുടെ ഗുണമേന്മ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലാൻഡ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ എ ക്വാളിറ്റി വേരിയിങ്. അപ്പൊ ഇത്രയും 6 പോയിന്റ്സ് അതിന്റെ അസംഷൻ ആയിട്ട് നിങ്ങൾ വെക്കണം. ഈ പോയിന്റ് നിർബന്ധമായിട്ടും വെക്കണം. ഈ ഡയഗ്രവും ഇത്രയും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഏത് തിയറി ഫുള്ളായി? റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. അപ്പോ ഇനി നമ്മൾക്ക് ഇതിൽ 2 തിയറിയും കൂടി പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ 2 തിയറിയും കൂടി പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ്? മാർഷാലിയൻ തിയറി ഓഫ് റെന്റും അതേപോലെ തന്നെ മോഡേൺ തിയറി ഓഫ് റെന്റും. അപ്പൊ അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ. അപ്പോ 15th ചാപ്റ്ററിലെ ബാക്കിയുള്ള ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു തിയറീസ് ഓഫ് റെന്റില് 3 തിയറീസ് ഉണ്ട്. റിക്കാർഡിയൻ തിയറി ഉണ്ട്, മാർഷൽ തിയറി ഉണ്ട്, മോഡേൺ തിയറി ഉണ്ട്. അതേ റിക്കാർഡിയൻ തിയറിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഈ 15th ചാപ്റ്ററിൽ. ഇനി നമ്മള് മാർഷൽ തിയറി ഓഫ് റെന്റ്. ഈ 3 തിയറി ഇമ്പോർട്ടൻ്റാ. റിക്കാർഡിയൻ തിയറി, മാർഷൽ തിയറി ആൻഡ് മോഡേൺ തിയറി. ഈ 3 എണ്ണത്തെ ഏതെങ്കിലും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കൂ, മാർഷൽ തിയറി ഓഫ് റെന്റ്. എന്താണ് മാർഷൽ തിയറി ഓഫ് റെന്റ്? ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ആൽഫ്രഡ് മാർഷൽ ഡെവലപ്പ് ദ കൺസെപ്റ്റ് ഓഫ് ക്വാസി റെന്റ് in order to extend the Ricardian concept of rent to other factors of production. അതായത് ആൽഫ്രഡ് മാർഷൽ ഡെവലപ്പ് ചെയ്തു കൺസെപ്റ്റ് ഓഫ് ക്വാസി റെന്റിനെ ആൽഫ്രഡ് മാർഷൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് രൂപം കൊടുത്ത തിയറിയാണ് ഏത്? മാർഷൽ തിയറി ഓഫ് റെന്റ്. എന്റെയുടെ റിക്കാർഡിയൻ കൺസെപ്റ്റ് ഓഫ് റെന്റ് ടു അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിന്റെ ആശയം മുൻനിർത്തിക്കൊണ്ട് ഏതിനെ? ക്വാസി റെന്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ടതാണ് ഏത്? മാർഷൽ തിയറി ഓഫ് റെന്റ്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റിനെ മുൻനിർത്തിക്കൊണ്ട് ക്വാസി റെന്റിനെ ഡെവലപ്പ് ചെയ്തപ്പോൾ രൂപം കൊണ്ട തിയറിയാണ് ഏത്? ആൽഫ്രഡ് മാർഷലിന്റെ മാർഷൽ തിയറി ഓഫ് റെന്റ്, അതല്ലെങ്കിൽ ക്വാസി റെന്റ് എന്ന് പറയാം. അപ്പോ റിക്കാർഡിയൻ തിയറിയെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഏത് തിയറി വന്നത്? മാർഷാലിയൻ തിയറി. അപ്പൊ ഇതിനെ ക്വാസി റെന്റ് എന്നും പറയും. ഇവിടെ നോക്കൂ, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഡയഗ്രാം തന്നെയാണ്. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ലേബർ, പ്രൈസ് ഓഫ് ലാൻഡ്, ക്വാസി റെന്റ്, അതില് ഡിമാൻഡ്, ഇവിടെ സപ്ലൈ, ട്രാൻസ്ഫർ ഏണിംഗ്. ക്വാസി റെന്റ്, അതേപോലെ തന്നെ പ്രൈസ് ഓഫ് ലേബർ, ക്വാസി റെന്റ്, ട്രാൻസ്ഫർ ഏണിംഗ്. ഇവിടെ ട്രാൻസ്ഫർ ഏണിംഗ് ആണ് വരിക, ഇവിടെ ക്വാസി റെന്റ് വരും. ഇപ്പൊ ട്രാൻസ്ഫർ ഏണിംഗും ക്വാസി റെന്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഏത് തിയറി? മാർഷാലിയൻ തിയറി. ഡിമാൻഡ്, ഇവിടെ സപ്ലൈ, ഈ ഭാഗം ക്വാസി റെന്റ്, ഈ ഭാഗം ട്രാൻസ്ഫറിങ് ഏണിംഗ്. ഇവിടെ പ്രൈസ് ഓഫ് ലേബർ, ക്വാണ്ടിറ്റി ഓഫ് ലാൻഡ്. ഇത് മൊത്തം ഉൾക്കൊള്ളുന്നതാണ് ഏത്? മാർഷാലിയൻ തിയറി ഓഫ് റെന്റ്. ഇപ്പൊ വളരെ റിക്കാർഡിയൻ തിയറിയാണ് ഈ തിയറീസ് ഓഫ് റെന്റിൽ ഇമ്പോർട്ടന്റ്. റിക്കാർഡിയൻ തിയറി തന്നെയാണ്, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഏത്? മാർഷാലിയൻ തിയറി ഓഫ് റെന്റ്. റിക്കാർഡിയൻ തിയറിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ട തിയറിയാണ് ഏത്? ക്വാസി റെന്റ് അഥവാ മാർഷാലിയൻ തിയറി ഓഫ് റെന്റ്. ഓക്കെ. അതേപോലെ തന്നെ അടുത്തതാണ് ഏത്? മോഡേൺ തിയറി ഓഫ് റെന്റ്. മോഡേൺ തിയറി ഓഫ് റെന്റ്. ദ മോഡേൺ തിയറി ഓഫ് റെന്റ് ഡെവലപ്പ് മാർഷാലിയൻ തിയറി ഓഫ് റെന്റ്. മോഡേൺ തിയറി ഓഫ് റെന്റിനെ ഡെവലപ്പ് ചെയ്തതാണ് ഏത്? മാർഷാലിയൻ തിയറി ഓഫ് റെന്റ്. മോഡേൺ തിയറി ഓഫ് റെന്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് രൂപം കൊണ്ടതാണ് ഏത്?
Marshallian theory of rent. This theory is different in terms of determination of mechanism of rent. This theory is different in terms of the determination of mechanism of rent. അതുകൊണ്ട് തന്നെ ഈ തിയറി ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് എന്താണ്? മെക്കാനിസം ഓഫ് റെന്റ്. റെന്റിന്റെ മെക്കാനിസത്തെയാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദിസ് തിയറി ഈസ് ഡിഫറെന്റ് ഇൻ ടേംസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് മെക്കാനിസം ഓഫ് റെന്റ്. അതായത് റെന്റിന്റെ മെക്കാനിസത്തെയാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിനേഷൻ ചെയ്യുന്നത്. റെന്റ് ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് ഡിമാൻഡ് സപ്ലൈ ഫ്രെയിംവർക്ക്. അതേപോലെ തന്നെ റെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതൊക്കെ ചേർന്ന? ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ് ഇവിടെ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? റെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. റെന്റ് ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആൻഡ് ദെൻ ദ തിയറി സ്റ്റിപ്പുലേറ്റഡ് ദ ഈവൺ ഈസ് വെരി ഫെർട്ടൈൽ. അതേപോലെ തന്നെ ഈ തിയറി സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നു എന്ത്? വെരി ഫെർട്ടൈൽ. അതായത് ഫലഭൂരിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഈ തിയറി സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്നത്. കാരണം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. റെന്റ് വുഡ് അറൈവ് ഓവിങ് ടു ഈ ഫിക്സഡ് നേച്ചർ. ഭൂമി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നമുക്കറിയാം റെന്റ് വുഡ് അറൈവ് ഓവിങ് ഈ ഫിക്സഡ് നേച്ചർ. ലാൻഡിന് കിട്ടുന്ന റിട്ടേൺ ആണ് റെന്റ്. അതുകൊണ്ട് റെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സഡ് നേച്ചർ ആണ്. റെന്റ് ഈക്വൽ ആക്ച്വൽ ഏണിംഗ് മൈനസ് ട്രാൻസ്ഫർ ഏണിംഗ്. റെന്റ് നമുക്ക് കണക്കാക്കുക എങ്ങനെയാണ്? ആക്ച്വൽ ഏണിംഗ് നിന്നും ട്രാൻസ്ഫർ ഏണിംഗ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? റെന്റ്. റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ? ആക്ച്വൽ ഏണിംഗിൽ നിന്നും ട്രാൻസ്ഫർ ഏണിംഗ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏത്? റെന്റ്. അതുകൊണ്ട് തന്നെ ഡയഗ്രത്തിലേക്ക് പോവാം. നോക്കി നോക്കൂ. ഇവിടെ സപ്ലൈ ഭൂമിയുടെ വിതരണം F1, F2, F3 3 രീതിയിലാണ് വിതരണം നടക്കുന്നത്. F1, F2, F3. അപ്പൊ ആ 3 അടങ്ങുന്നതാണ് ട്രാൻസ്ഫർ ഏണിംഗ്. ഇവിടെ ഭൂമിയുടെ ഡിമാൻഡ്. റെന്റ് പെർ ഡിഫറന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ലാൻഡ് സപ്ലൈ കർവ്. വ്യത്യസ്ത രീതിയിലാണ് ഭൂമി ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത്. F1 ആയിട്ടും F2 ആയിട്ടും F3 ആയിട്ടും ഡിമാൻഡ് ഇവിടെ ഈക്വൽ ആയിട്ട് ഇത് 3 ആയിട്ടും ഡിമാൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ F1 ഈക്വൽ, F2 ഈക്വൽ, F3 ഈക്വൽ DD. F1ഉം F2ഉം F3യും ഡിമാൻഡ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? ഈക്വൽ ആകുന്നു. ഇതാണ് മോഡേൺ തിയറി ഓഫ് റെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ 3 തിയറീസ് ഉള്ളത്. റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്, മാർഷൽ തിയറി ഓഫ് റെന്റ് ആൻഡ് മോഡേൺ തിയറി ഓഫ് റെന്റ്. മോഡേൺ തിയറി ഓഫ് റെന്റിൽ എന്തൊക്കെ പറയുന്നത്? ദ മോഡേൺ തിയറി ഓഫ് റെന്റ് ഡെവലപ്പ് മാർഷാലിയൻ തിയറി ഓഫ് റെന്റ്. മാർഷാലിയൻ തിയറി ഓഫ് റെന്റ് തന്നെയാണ്. മാർഷാലിയൻ തിയറി ഓഫ് റെന്റിനെ ഡെവലപ്പ് ചെയ്തതാണ് ഏത്? മോഡേൺ തിയറി ഓഫ് റെന്റ്. ദിസ് തിയറി ഈസ് ഡിഫറെന്റ് ഇൻ ടേംസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് മാക്സിമം ഓഫ് റെന്റ്. Rent is determined using demand and supply framework. The theory stipulates that even if very fertile, rent would arise owing to its fixed nature. Rent equal actual earning minus transfer earning. ഇനി നമ്മൾ 15th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. 16ാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ വെൽഫെയർ അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. വെൽഫെയർ അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതില് എഫിഷ്യൻസി ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ്. അതിൽ നോക്കൂ. പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് പാരറ്റോ എഫിഷ്യന്റ് if it is not possible to make one person better off without making someone else worse off. 16ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എഫിഷ്യൻസി, ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ്. എഫിഷ്യൻസിയുടെ ഡെഫിനിഷനും കൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എഫിഷ്യൻസി, ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ്. എഫിഷ്യൻസിയുടെ ഡെഫിനിഷനും അതേപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എഫിഷ്യൻസിയെ പാരറ്റോ എഫിഷ്യന്റ് എന്ന് പറയാം. എഫിഷ്യൻസിയെ നമുക്ക് പാരറ്റോ എന്ന എക്കണോമിക്സിന്റെ പേരാണ് പാരറ്റോ. വിൽഫ്രാഡോ പാരറ്റോ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അപ്പൊ പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ.
അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വിനിയോഗം. പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷനിൽ എന്താ പറയുന്നത്? ആൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഈസ് പാരറ്റോ എഫിഷ്യന്റ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വിഭവങ്ങളുടെ വിനിയോഗം എന്ന് പറയുന്നത് പാരറ്റോ എഫിഷ്യന്റിൽ എങ്ങനെയാണ്? പോസിബിൾ ആണ്. ടു മേക്ക് വൺ പേഴ്സൺ, ഒരു വ്യക്തി ബെറ്റർ ആയിരിക്കാം, വിത്തൗട്ട് മേക്കിംഗ് സമ്മൺ എൽസ് വേഴ്സ് ഓഫ്, ഒരാളെ മോശമാക്കിയിട്ടല്ല മറ്റൊരാളെ ബെറ്റർ ആക്കുന്നത്. അതാണ് ഏത് തിയറി പറയുന്നത്? പാരറ്റോ എഫിഷ്യൻസി അലോക്കേഷനിൽ പറയുന്നത്. ഒരാളെ ഒരിക്കലും മോശമാക്കിയിട്ടല്ല മറ്റൊരാളെ നല്ലതാക്കുന്നത്. അതാണ് ഏത് തിയറി മുന്നോട്ട് വെക്കുന്നത്? പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷൻ എന്ന തിയറി മുന്നോട്ട് വെക്കുന്നത്. ആൻഡ് ദെൻ അപ്പൊ പാരറ്റോ എഫിഷ്യന്റ് അലോക്കേഷനിൽ എന്താ പറയുന്നത്? ആൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് ഈസ് പാരറ്റോ എഫിഷ്യന്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് വൺ പേഴ്സൺ ബെറ്റർ ഓഫ്, ഒരു വ്യക്തി ബെറ്റർ ആകുന്നത് എങ്ങനെയല്ല? മറ്റൊരാളെ മോശമാക്കിയിട്ടല്ല. അതാണ് വിഭവങ്ങളുടെ വിനിയോഗം എന്നതുകൊണ്ട് പാരറ്റോ എഫിഷ്യന്റിൽ പറയുന്നത്. ഇനി പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്താ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി? An economy is efficient in production if it is on its production possibility founder. In terms of Pareto terminology, an allocation of resources is efficient in production. അതായത് an economy is efficient production. ഒരു എക്കോണമി കാര്യക്ഷമതയോടുള്ള ഉൽപാദനം നടത്തണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? an economy is efficient in production if it is on its production possibility founder. ഉൽപാദന സാധ്യതാ വക്രം. ഒരു എക്കോണമി കാര്യക്ഷമമായി ഉൽപാദനം നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉൽപാദന സാധ്യതാ വക്രം അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫൗണ്ടർ. ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയും. ഇൻ ടേംസ് ഓഫ് പാരറ്റോ, ഇതിനെന്താ പറയാ? ഈ ഉൽപാദന സാധ്യതാ വക്രത്തെ അർത്ഥമാക്കുന്നത് എന്താ? പാരറ്റോ ടെർമിനോളജി. പാരറ്റോയുടെ ടെർമിനോളജി എന്നാണ് ഏതിനെ അർത്ഥമാക്കുന്നത്? ഉൽപാദന സാധ്യതാ വക്രത്തെ അർത്ഥമാക്കുന്നത്. ആൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എഫിഷ്യന്റ് ഇൻ പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വിനിയോഗം, അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ വിനിയോഗം ഇവിടെ എങ്ങനെയാകുന്നു? എഫിഷ്യന്റ് ഇൻ പ്രൊഡക്ഷൻ, കാര്യക്ഷമമാകുന്നു. Reallocation would permit more of one good to be produced without necessarily reducing the output of some other good. അതായത് വിഭവങ്ങളുടെ വിനിയോഗം, റീഅലോക്കേഷൻ വുഡ് പെർമിറ്റ് മോർ ഓഫ് വൺ ഗുഡ്, ഒരുപാട് ഗുഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വിത്തൗട്ട് നെസസറിലി റെഡ്യൂസിങ് ദ ഔട്ട്പുട്ട് ഓഫ് സം അതർ ഗുഡ്. ഒരുപാട് ഗുഡുകൾ ഉൽപാദനം നടത്തപ്പെടുമ്പോൾ എന്ത്? നെസസറിലി റെഡ്യൂസിങ് ദ ഔട്ട്പുട്ട് സം അതർ ഗുഡ്. എന്നാൽ ഇപ്പൊ ഒരുപാട് ഗുഡുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ വേറെ ഗുഡുകളുടെ ഔട്ട്പുട്ടുകൾ എന്ത് ചെയ്യാൻ കാരണമാകാം? കുറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ചില ഗുഡുകള് 15 യൂണിറ്റ് ഉപയോഗിച്ചിട്ട് 25, ഇവിടെ ഇത് ഗുഡ്, ഇവിടെ സർവീസ്. 15 ഗുഡുകൾ ഉപയോഗിച്ച് എത്ര സർവീസ് ഏൺ ചെയ്തു? 25. എന്നാല് പിന്നെ ഇവിടെ 11 ഗുഡുകൾ ഉപയോഗിച്ച് 25 സർവീസ് പ്രൊഡ്യൂസ് ചെയ്തു. 15 ഗുഡുകൾ ഉപയോഗിച്ച് 22 സർവീസ് പ്രൊഡ്യൂസ് ചെയ്തു. എന്നാല് 12 ഗുഡുകൾ ഉപയോഗിച്ച് 17 ഗുഡുകൾ. അപ്പൊ നമ്മൾ എന്താ ഇവിടെ പറയുന്നത്? റീഅലോക്കേഷൻ വുഡ് പെർമിറ്റ് മോർ ഓഫ് വൺ ഗുഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്. കൂടുതൽ ഗുഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നെസസറിലി റെഡ്യൂസിങ് ഔട്ട്പുട്ട് ഓഫ് അതർ ഗുഡ്. ഒരുപാട് ഗുഡുകൾ, ഒരു ഇതിൽ നിന്നും ഒരുപാട് ഗുഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റേ ഗുഡിൽ നിന്ന് ഔട്ട്പുട്ടുകൾ കുറയാൻ കാരണമാകുന്നു. ശരിയല്ലേ? ഇവിടെ ഗുഡ് 11 ആയിരുന്ന സമയത്ത് സർവീസ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 25. ഗുഡ് 15 ആയപ്പോൾ സർവീസ് എത്ര പ്രൊഡ്യൂസ് ചെയ്ത്? 22. ഗുഡ് 12 ആയപ്പോൾ സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് 17. അപ്പൊ ഒന്നില് കൂടുമ്പോൾ ഈ യൂണിറ്റില് 11 എന്ന യൂണിറ്റില് നോക്കുമ്പോൾ 11 യൂണിറ്റിൽ 25 വരെ വർദ്ധിക്കുമ്പോൾ 12ഉം 15ലും എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വിഭവങ്ങളുടെ വിനിയോഗം എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ്, വൺ ഗുഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതർ ഗുഡിന്റെ ഔട്ട്പുട്ടാണ് അവിടെ കുറയുക.
വൺ ഗുഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതർ ഗുഡിന്റെ ഔട്ട്പുട്ട് അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, കുറയാൻ കാരണമാകുന്നു. അതിനെയാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി, ഉൽപാദന കാര്യക്ഷമത അഥവാ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതാണ് ഈ 15th ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയ 2 ടോപ്പിക്കേ ഉള്ളൂ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിലയിരുത്താം. ഓക്കെ, അപ്പൊ യൂണിറ്റ് 15ലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 15ല് ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിന് കഴിയുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴൊക്കെ ഈ ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. എസ്സേ ഭാഗത്താണ് ഈ ടോപ്പിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് അതിൽ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അതും കൂടി വായിക്കണം. ഇത് മാത്രം എഴുതി വെക്കാതെ ഞാൻ മെയിൻ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങളെ കയ്യിലുള്ള മെറ്റീരിയലിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് കൂടുതലായിട്ട് വൈഡായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. 16ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് ടീച്ചർ പറയണത്. എന്താണ്? എഫിഷ്യൻസി ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം. എഫിഷ്യൻസി ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം. അതായത് ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമില് എഫിഷ്യൻസി എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണ മത്സര വിപണിയിലെ എഫിഷ്യൻസിയാണ് നമ്മളിവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ എഫിഷ്യൻസി ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ടോപ്പിക് നന്നായി ശ്രദ്ധിക്കുക. ഈ ടോപ്പിക് എഫിഷ്യൻസി ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം എന്ന ഈ ഒരു ടോപ്പിക്കായിട്ട് തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ക്വസ്റ്റ്യനിലൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. കാരണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് 16ാമത്തെ ചാപ്റ്ററിൽ ടീച്ചർ പറഞ്ഞു തന്നിരുന്നതാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. എഫിഷ്യൻസി ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം. ഇവിടെ ശ്രദ്ധിക്കൂ. ആസ് മെൻഷൻഡ് പ്രീവിയസ് സബ്സെക്ഷൻ that there are 2 versions of efficiency, productive efficiency and allocative efficiency. അതായത് as mentioned in the previous subsection that there are 2 versions of efficiency, productive efficiency and allocative efficiency. അതായത് ഇവിടെ 2 സെക്ഷൻ ആയിട്ടാണ് എഫിഷ്യൻസിയെ കണക്കാക്കുന്നത്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. ഇവിടെ 2 സെക്ഷൻ ആയിട്ടാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. അപ്പൊ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് തിങ്സ് റൈറ്റ്, കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ്? ഡൂയിങ് തിങ്സ് റൈറ്റ്. ഡൂയിങ് തിങ്സ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു. അലോക്കേറ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ എന്താ? ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ഡൂയിങ് ദ റൈറ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു. ആദ്യത്തേത് കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു, രണ്ടാമത്തേത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ 2 രീതിയിലാണ് നമ്മുടെ തരം തിരിച്ചിട്ടുള്ളത് എഫിഷ്യൻസിയെ. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആൻഡ് അലോക്കേറ്റീവ് എഫിഷ്യൻസി. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്നും അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്നും 2 രീതിയിലാണ് എഫിഷ്യൻസിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡൂയിങ് തിങ്സ് റൈറ്റ്, കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു. അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. ആദ്യത്തേൽ എങ്ങനെയാ പറയുന്നത്? കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു. മറ്റേൽ എങ്ങനെയാ പറയുന്നത്? ഇവിടെ എങ്ങനെയാണ്? കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു. ഇവിടെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ്? ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെയോ കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ നമുക്ക് അലോക്കേറ്റീവ് എഫിഷ്യൻസിയെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട്. ടേബിൾ അല്ല, കർവ് തന്നിട്ടുണ്ട്. ആ കർവിലൂടെ നമുക്ക് പരാമർശിക്കാം. അതായത് അലോക്കേറ്റീവ് എഫിഷ്യൻസി
The PCM firm producers were PAR equal MC. Market equilibrium is attained as no excess supply or demand exit. അതായത് അലോക്കേറ്റീവ് എഫിഷ്യൻസി ആയിരിക്കുമ്പോൾ the PCM firm producers PAR equal MC, ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂ, അതായത് അലോക്കേറ്റീവ് എഫിഷ്യൻസി PCM എന്ന് പറഞ്ഞാൽ ഏതാ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേമിനെയാണ് PCM എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ആണ് PCM. ആ PCMല് ആവറേജ് റവന്യൂവും മാർജിനൽ കോസ്റ്റും എങ്ങനെയാണ്? ഈക്വൽ ആണ്. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ് ആസ് നോ എക്സസ് സപ്ലൈ ഓർ ഡിമാൻഡ് എക്സിറ്റ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ എന്തില്ല? നോ എക്സസ് സപ്ലൈ. സപ്ലൈ കൂടുതൽ സപ്ലൈയും ഇല്ല, അവിടെ ഡിമാൻഡ് എന്തായിരിക്കുന്നു? ഡിമാൻഡ് എക്സിസ്റ്റുമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഡയഗ്രാം കാണുന്നത്. അപ്പൊ കുട്ടികളെ, എഫിഷ്യൻസി ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? രണ്ട് എഫിഷ്യൻസികൾ ഉണ്ട്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി, അലോക്കേറ്റീവ് എഫിഷ്യൻസി. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ ഡൂയിങ് തിങ്സ് റൈറ്റ്. അലോക്കേറ്റീവ് എഫിഷ്യൻസി പറഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. കാര്യങ്ങൾ ആദ്യത്തത് ഡൂയിങ് തിങ്സ് റൈറ്റ് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നു. ഡൂയിങ് ദ റൈറ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ അലോക്കേറ്റീവ് എഫിഷ്യൻസിയെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം, PCM എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം എന്നുള്ളതിന്റെ ഷോർട്ടാണ് PCM. PCM എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഫോം? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ആണ് PCM. അപ്പൊ ആ PCM ഫേം പ്രൊഡ്യൂസേഴ്സ് AR equal MC. Market equilibrium is attained as no excess supply or demand exit. PC firm മാർക്കറ്റ്. അതോട് നോക്കൂ, ഇവിടെ AR, MR, ഡിമാൻഡ്, ഇവിടെ മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്. അപ്പൊ മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഡിമാൻഡും ഒക്കെ ഈക്വൽ ആകുന്നതാണ് ഏത്? PCM ഫേം. PCM ഫേമിന്റെ പ്രത്യേകത എന്താ? മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും ഡിമാൻഡും ഒക്കെ ഈക്വൽ ആകുന്ന ഫേം ആണ് ഏത്? PC ഫേം. ഇനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഡിമാൻഡ് ആണ് അല്ലെ. അപ്പൊ അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ഈക്വൽ ആയി വരുന്നത് ഈ ഒരു എഫിഷ്യൻസി കണക്കാക്കുമ്പോൾ? MC ഈക്വൽ, AC ഈക്വൽ, AR ഈക്വൽ, MR ഈക്വൽ, ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് അതേപോലെ തന്നെ ഈക്വൽ സപ്ലൈ. ഇത്രയും കാര്യങ്ങൾ ഈക്വൽ ആയി വരുന്നതാണ് ഏത്? അലോക്കേറ്റീവ് എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി PCM ഫേം പ്രൊഡ്യൂസേഴ്സ് വേർ AC ഈസ് മിനിമൈസ്ഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി PCM ഫേം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ AC അവിടെ എന്താകുന്നു? മിനിമൈസ് ചെയ്യുന്നു. ഇത്ര കണക്ക് മനസ്സിലാക്കി ഈ ഒരു ഡയഗ്രാം അതേപോലെ തന്നെ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ 16ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായി വരുന്ന ഭാഗമാണ് ഡിപ്പാർട്ടിങ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംഷൻ. കോമ്പറ്റേറ്റീവ് അസംഷന്റെ ഡിപ്പാർട്ടിങ് എന്തൊക്കെയെന്ന്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്സ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. ഡിപ്പാർട്ടിങ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംഷൻ. ഡിപ്പാർട്ടിങ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരും, എക്സ്റ്റേണാലിറ്റി വരും, പബ്ലിക് ഗുഡ്സ് വരും, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ വരും. ഇതിനെയൊക്കെയാണ് ഡിപ്പാർട്ടിങ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് യൂണിറ്റ്. അപ്പൊ കുട്ടികളെ ഇവിടെ ശ്രദ്ധിക്കൂ. ഡിപ്പാർട്ടിങ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംഷൻ, ഒരു കോമ്പറ്റീഷന്റെ ഡിപ്പാർട്ടിങ് അസംഷൻസ് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്സ്, ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് അല്ലാത്ത ഇൻഫർമേഷൻ.
ഇത്രയും പോയിന്റുകളാണ് ഡിപ്പാർട്ടിംഗ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംഷൻ. ഇനി നമ്മൾക്ക് 17ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 17ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മള് 17ാമത്തെ യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഏതാ എന്നാണ് നോക്കുന്നത്. നമ്മളെ ചാപ്റ്റർ വൈൻഡപ്പ് ആവാനായി 17 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ആ 17ാമത്തെ യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 17ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് എഫിഷ്യൻസി ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. എഫിഷ്യൻസി ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ, മാർക്കറ്റിന്റെ തകർച്ച, ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. എഫിഷ്യൻസി ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ എന്താണ് മാർക്കറ്റ് മെക്കാനിസത്തിന്റെ എഫിഷ്യൻസി, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്? മാർക്കറ്റ് ഫെയിലിയർ ആവുമ്പോൾ ഗവൺമെന്റിന്റെ പങ്ക് എന്താണ്? അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. അതിലെ ഫസ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് എന്ന് പറയുന്നത്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഇംപെർഫെക്റ്റ് മാർക്കറ്റ്? ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് occurs violation of assumption of perfect competition, that the number of buyers and sellers in each market is very large. Following are the example of each situation. അതായത് this occurs violation of assumption of perfect competition, that the number of buyers and sellers in each market is very large. അതായത് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ആയിരിക്കുമ്പോൾ എന്താണ്, എന്തിനെ എതിർക്കുന്നു? ദിസ് occurs violation of assumption, അനുമാനങ്ങളെ എതിർക്കുന്നു. ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അനുമാനങ്ങളെ എതിർക്കുന്നതാണ് ഏത്? ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? occurs violation of assumption ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അസംഷനെ എന്ത് ചെയ്യുന്നു? വയലേഷൻ, ലംഘിക്കുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അസംഷനെ ലംഘിക്കുന്നതാണ് ഏത്? ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. അപ്പൊ എന്താണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാല്? പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അസംഷൻസിനെ ലംഘിക്കുന്ന, വയലേഷൻ ലംഘിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ആൻഡ് ദെൻ that the number of buyers and sellers each market is very large. അതുകൊണ്ട് തന്നെ number of buyers and sellers, ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും number of buyers and sellers in each market is very large. ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ എങ്ങനെയാണ്? വെരി ലാർജ്, വലുതായി എന്താണ്? ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ എങ്ങനെയാണ്? വെരി ലാർജ്. ഫോളോവിങ് ആർ ദ എക്സാമ്പിൾ ഈച്ച് സിറ്റുവേഷൻ. അതിന്റെ സിറ്റുവേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? This occurs violation of assumption, perfect competition, that the number of buyers and sellers in each market is very large. അതായത് this occurs violation of assumption ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ വയലേഷൻ, വയലേഷൻ ആണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. അവിടെ എന്ത് ലാർജ് ആയിരിക്കും? ബയേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിൽ വെരി ലാർജ് ആയിരിക്കും. അതുകൊണ്ട് ഫോളോവിങ് ആക്കുന്ന ഈ എക്സാമ്പിളിലൂടെ നമുക്ക് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് മനസ്സിലാക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, where some goods are produced, sold, one seller. ഇംപെർഫെക്റ്റ് മാർക്കറ്റിലെ വരുന്ന പ്രത്യേകതകൾ 3 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. where some goods are produced and sold by one seller. ഗുഡ്സ് വിൽക്കാൻ ഒരാള് മാത്രമേ ഉള്ളൂ. some goods are produced and sold, ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും വിൽക്കാനും ആര് മാത്രമേ ഉള്ളൂ? വൺ സെല്ലറേ ഉള്ളൂ. അപ്പൊ അതായതായിരിക്കും? ദിസ് ഈസ് കാൾഡ് മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. അതിനെന്താ പറയാ? മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. എക്സാമ്പിൾ, ഇന്ത്യൻ റെയിൽവേസ്,
ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോ എന്താണ്? സം ഗുഡ്സ് ആർ സോൾഡ് ബൈ വൺ സെല്ലർ, ദിസ് ഈസ് കാൾഡ് മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. ഉദാഹരണം അതിന് എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഇന്ത്യൻ റെയിൽവേയും ഇലക്ട്രിസിറ്റി ബോർഡും. സം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ബൈ വൺ സെല്ലർ. കുറച്ച് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ? ഒരാൾ മാത്രമേ ഉള്ളൂ. അതിന് നമുക്കറിയാം ഒരൊറ്റ സെല്ലിംഗ് മാത്രം നടക്കപ്പെടുന്ന മേഖല, ഇന്ത്യയുടെ മേഖല എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്. മൊണോപ്പൊളിയാണ് അവിടെ അല്ലെ, കുത്തകയാണ്. ഇന്നും മൊണോപ്പൊളി, ഒരു ഗുഡ് മാത്രം വിൽക്കാൻ നിലനിൽക്കുന്ന ഏക സ്ഥാപനമായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേയും ഇലക്ട്രിസിറ്റി ബോർഡുമാണ്. അടുത്ത സ്റ്റെപ്പ്, വേർ സം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ബൈ ഫ്യൂ സെല്ലേഴ്സ്. കുറച്ച് ഗുഡ്സുകൾ വിൽക്കാന് ആരുണ്ട്? ഫ്യൂ സെല്ലേഴ്സ്, കുറച്ച് വിൽപ്പനക്കാർ. ദിസ് ഈസ് ആൾസോ കോൾഡ് ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുക? ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. വേർ സം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ബൈ ഫ്യൂ സെല്ലേഴ്സ്. ദിസ് ഈസ് ആൾസോ കോൾഡ് ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൽ കുറച്ച് സെല്ലേഴ്സ് ആണ് വിൽക്കാൻ. ആദ്യത്തേതിൽ ഒരു വൺ സെല്ലറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ ആയിരിക്കുമ്പോൾ വിൽക്കാൻ ആരാ? കുറച്ച് ഗുഡുകൾ വിൽക്കാൻ ആരാ? കുറച്ച് ആളുകളുണ്ട്. സം ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് സോൾഡ് ബൈ ഫ്യൂ സെല്ലേഴ്സ്. ദിസ് ഈസ് ആൾസോ കോൾഡ്, അതിനെന്താ പറയുക? ഒളിഗോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചർ. അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ മൊണോപ്പൊളി ആയിരിക്കുമ്പോൾ വൺ ഗുഡ്സ് ആർ സോൾഡ് ബൈ ആരാണ്? ഒരു ഗുഡ്സ് മാത്രം സെയിൽ ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ? വൺ സെല്ലർ ആവും. വൺ സെല്ലർ ആവുമ്പോ മൊണോപ്പൊളി, ഫ്യൂ സെല്ലർ ആവുമ്പോൾ ഒളിഗോപ്പൊളി. അത്ര ഓർത്ത് വെച്ചാൽ മതി. വൺ സെല്ലർ ആവുമ്പോൾ മൊണോപ്പൊളി, എന്നാല് ഫ്യൂ കുറച്ച് വിൽപ്പനക്കാരാവുമ്പോൾ ഒളിഗോപ്പൊളി. അതേപോലെ തന്നെ അതിന് എക്സാമ്പിൾ ആണ് എന്താണ്? ഇവിടെ ശ്രദ്ധിക്കൂ. Where some goods are produced and sold few sellers, this is also called oligopoly market structure. Airline industry has few providers like Airways, Air India, Indigo. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? എയർവേസും എയർ ഇന്ത്യയും ഇൻഡിഗോയും. അതേപോലെ തന്നെ ഫ്യൂ സെല്ലറിനുള്ള എക്സാമ്പിൾ പിന്നെ എന്താണ്? മൊബൈൽ സർവീസ് പ്രൊഡ്യൂസ്ഡ് ലൈക്ക് എയർടെൽ, വോഡാഫോൺ, റിലയൻസ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഹോണ്ട, മാരുതി. ഇതൊക്കെയാണ് ഫ്യൂ സെല്ലേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഫ്യൂ സെല്ലർ പറഞ്ഞാൽ എന്താ? കുറച്ച് വിൽപ്പനക്കാർ. നമുക്കറിയാം നമ്മളുടെ എയർലൈൻസ് ഒന്നും ഒരുപാടൊന്നുമില്ല. എന്നുണ്ട് ഇനി ഏതൊക്കെ? എയർവേസും ഇന്ത്യൻ എയർവേസും അതേപോലെ തന്നെ എയർ ഇന്ത്യയും. ഏതൊക്കെയാണ് എയർവേസ്? എയർ ഇന്ത്യയും ഇൻഡിഗോയും. അതേപോലെ തന്നെ മൊബൈൽ സർവീസ് എന്ന് പറയുന്നത് ഏതൊക്കെ? എയർടെലും വോഡാഫോണും റിലയൻസും. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതൊക്കെ? ഹോണ്ടയും അത് പിന്നെ ഈ ഒരുപാട് കുറച്ചൊക്കെ ഉണ്ട് അല്ലെ, മാരുതി, ടാറ്റ. അതൊക്കെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അപ്പൊ ഇതാണ് ഫ്യൂ ഒളിഗോപ്പൊളിക്ക് എക്സാമ്പിൾ. അടുത്തതാണ് വേർ ദർ ആർ ഫ്യൂ ബയേഴ്സ് ഓഫ് പ്രോഡക്റ്റ്. വാങ്ങാൻ കുറച്ച് ആളുകൾ മാത്രം. ദിസ് ഈസ് കാൾഡ് ഒളിഗോപ്പൊളിസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ. ഫ്യൂ ബയർ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ളവർ, സെല്ലർ എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ളവർ. ഫ്യൂ ബയർ എന്ന് പറഞ്ഞാൽ കുറച്ച് വാങ്ങാനുള്ളവർ. അതിൽ എന്തൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരിക? അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ലൈക്ക് കൊക്ക, ടീ, ടുബാക്കോ. കൊക്കോയും ടീയും ടുബാക്കോയും ഒക്കെയാണ് എന്ത്? ഫ്യൂ ബയേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഇസ് ഓൺലി എംപ്ലോയർ ഫോർ ലോക്കോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ഇൻ ദ കൺട്രി. ഇന്ത്യൻ റെയിൽവേയും ഏതിന് എക്സാമ്പിൾ ആണ്? ഫ്യൂ ബയറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ 17th ചാപ്റ്ററിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെ കേട്ടോ ചോദിക്കുള്ളൂ. പിന്നെ അതിന് ഇമ്പോർട്ടന്റ് ടോപ്പിക് പറയുന്നത് എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്. പബ്ലിക് ഗുഡ് രണ്ടെണ്ണം ഉണ്ട്. നോൺ എക്സ്ക്ലൂഡബിലിറ്റി, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും അതേപോലെ തന്നെ എതിർക്കാൻ കഴിയാത്തതും. റൈവല്ലറി. പബ്ലിക് ഗുഡുകളിൽ ഏതൊക്കെയാണ്? നോൺ എക്സ്ക്ലൂഡബിലിറ്റിയും വരും, നോൺ റൈവല്ലറിയും വരും. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് അറിയുന്നത് മോറൽ അസാഡ്, ടാക്സസ് ആൻഡ് സബ്സിഡി. ടാക്സും സബ്സിഡിയും ഒക്കെ എന്താന്ന് നിങ്ങൾക്ക് അറിയും. നമുക്ക് ഏത് സാധനത്തിന്മേലും
ടാക്സ് ഇല്ലാത്ത ഒരു സാധനങ്ങളും വിൽക്കപ്പെടുന്നില്ല. അപ്പൊ ടാക്സ് പിന്നെ ഗവൺമെന്റ് ഇളവ് നൽകുന്നതിനാണ് സബ്സിഡി എന്ന് പറയുക. അതേപോലെ റെഗുലേഷൻ ഓഫ് ദ ആക്ടിവിറ്റി. ഇത്രയും ടോപ്പിക്കുകളാണ് 17th ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരാവുന്നത്. പ്രധാനമായും ഇംപെർഫെക്റ്റ് മാർക്കറ്റ്, പിന്നെ അതിൽ വരുന്ന മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, അതേപോലെ തന്നെ ഫ്യൂ ബയേഴ്സ്, കുറച്ച് വാങ്ങുന്നവരെ. അതിന് എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള കൊക്ക, ടീ, ടുബാക്കോ ഒക്കെ. കാരണം ഇതൊന്നും എല്ലാവരും ഒന്നും വാങ്ങില്ല, അതുകൊണ്ടാണ് കുറച്ച് വാങ്ങുന്നവരെ കുറിച്ചിട്ട് അതിനെന്താ പറയുക, ഒളിഗോപ്പൊളിസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത് കേട്ടോ. വേർ ദർ ആർ ഫ്യൂ ബയേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ആകുമ്പോൾ ദിസ് ഈസ് കാൾഡ് ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് പറയുന്നത് എക്സ്റ്റേണാലിറ്റീസും പബ്ലിക് ഗുഡും. അതിൽ പബ്ലിക് ഗുഡിൽ നോൺ എക്സ്ക്ലൂഡബിലിറ്റിയും വരും, നോൺ റൈവലറിയും വരും, മോറൽ അസാർഡ് വരും, ടാക്സ് വരും, സബ്സിഡി വരും, റിലീജിയൻ ഓഫ് ദ ആക്ടിവിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 17 ചാപ്റ്റർ വരെ ഉള്ള ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പല പല ക്ലാസ്സുകളിലായിട്ട് പാർട്ട് 1 പാർട്ട് 2 എന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയും ഈ ഓരോ ചാപ്റ്ററിനും ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾ ടെസ്റ്റിൽ എല്ലാ ടോപ്പിക്കും വായിക്കണം. ഒരു ടോപ്പിക്കും പഠിക്കാതിരിക്കാൻ പറ്റില്ല, എല്ലാതും പഠിക്കണം. പക്ഷെ എങ്കിലും കൂടുതലായിട്ട് ഈ 1 തൊട്ട് 17 ചാപ്റ്റർ വരെ ടീച്ചർ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കും നന്നായിട്ട് പഠിച്ചു പോവുക. ഞാൻ ഈ പറഞ്ഞു തന്ന ടോപ്പിക്കുകൾ തന്നെ നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് 100-ലാണെങ്കിൽ ഒരു 70 എബോ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 17th ചാപ്റ്റർ വരെയുള്ള എല്ലാ ടോപ്പിക്കുകളുമാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടും ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് കാരണം അറിവാണ് നമ്മുടെ ആയുധം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാ പറയുക. അതുകൊണ്ട് എക്സാമിൻ്റെതായ രീതിയിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.